പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്കറിയാം, 6ാം വാർഷിക വേളയിൽ ഞങ്ങൾ നടത്തുന്ന തത്സമയ സംപ്രേഷണം തുടരുകയാണ്. അവതാരകർ പോയി, പുലികളെല്ലാം മടയിലേക്ക് മടങ്ങുന്നു. നമ്മൾ തുടരുന്നു. എനിക്കൊപ്പം ആഷ്മി താജ് ഇബ്രാഹിം, എനിക്കൊപ്പം SP ജയകുമാർ, വസന്ത ജയറാം പറയുന്നു. സ്മിത ഹരിദാസ് ഇവിടെ. സ്മിത ഹരിദാസ് ഇവിടെ തന്നെയുണ്ട്, കുറച്ച് വിശ്രമത്തിലാണ്. സ്മിത ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അനുജ പാടിയതിനു ശേഷം എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം 24 മാത്രം അല്ലേ എന്നൊരു കവിതയൊക്കെ പാടിനെ ചങ്ങമ്പുഴയൊക്കെ അനുകരിച്ചിട്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ആഷ്മി, ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. പ്രേക്ഷകരോട് നമ്മളുള്ള ഒരു ഉത്തരവാദിത്വം കൂടി പ്രഖ്യാപിക്കേണ്ട ഉറപ്പാണ്. എങ്ങനെയായിരിക്കും എങ്ങനെയാണോ ഈ 6 വർഷം? അല്ല ആഷ്മി, എനിക്കൊന്നൊരു നിലപാട് തറയിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ചിലതൊക്കെ വ്യക്തമാക്കാനുള്ള അവസരം കൂടിയാണ് ഇങ്ങനെയുള്ള വാർഷിക വേളകൾ. ആഷ്മി താജ് ഇബ്രാഹിം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പക്ഷപാതം ഈ എൻകൗണ്ടർ പ്രൈമിൽ കാണിക്കുന്നുണ്ട് എന്ന് പറയുന്ന പല പാർട്ടിക്കാരും ഉണ്ട്. ഒരു പാർട്ടിക്കാരല്ല, പല പാർട്ടിക്കാരും. അവരോട് എന്തായിരിക്കും ആഷ്മിയുടെ നിലപാട്? കാലാകാലങ്ങളിൽ നമ്മളിപ്പോൾ BJP വിരുദ്ധമായ വാർത്ത ചെയ്യുമ്പോൾ അവർ നമ്മളെ ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും ആക്കും, ചിലപ്പോൾ ചൂടാപ്പിയാക്കും. അത് CPM വിരുദ്ധമാണെങ്കിൽ BJP-കാരനാക്കും, കോൺഗ്രസ്സുകാരനാക്കും. കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ CPM അനുകൂലിക്കും, പഴയ SFI ആക്കും, BJP-കാരനാക്കും എന്ന് പറയുന്ന കാലാകാലങ്ങൾ തരാതരം അങ്ങനെ പറയുന്നതാണ്. നമ്മൾ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. എന്തായാലും നമ്മൾ നമ്മുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കും. നമ്മൾ നീതിക്കൊപ്പം ജനപക്ഷത്തുമാണ്. നമ്മുടെ രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഇഷ്യൂ ബേസ്ഡ് നിലപാടാണ്. അതിൽ നമ്മൾ നിഷ്പക്ഷമാണെന്ന് പറയുന്നത്, പക്ഷം പിടിക്കും, പക്ഷേ അത് ഇഷ്യൂ ബേസ്ഡ് പക്ഷം പിടിക്കൽ മാത്രമാണ്. അല്ലാതെ ആരോടും പ്രീതിയോ മമതയോ വിദ്വേഷമോ ഇല്ല. അതാണ് നമ്മുടെ. ഓക്കെ, അത് നമ്മുടെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നില്ല അല്ലേ? ഭരണഘടന തൊട്ട് പറയുന്ന കാര്യമാണ്. 24ന്റെ ഭരണഘടന തൊട്ട് പറയുന്നു പക്ഷപാതം നമ്മുടെ അജണ്ടയല്ല. ജനങ്ങളുടെ പ്രേക്ഷകരുടെ മാത്രമേ പക്ഷപാതമുള്ളൂ. മാത്രമല്ല, ഇതൊന്നും വ്യക്തിപരമാകാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ആദരവ് പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഒരു അകലം പാലിച്ച് ആളുകളെ വിമർശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അത് ഏതെങ്കിലും ഒരു ഇഷ്യൂവിൻ്റെ ബേസിലായിരിക്കും, വ്യക്തിപരമായ കാര്യത്തിൻ്റെ ബില്ലായിരിക്കില്ല. അത് ഓരോ അവതാരകനും ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ്. 24 ഒരു അവതാരകനും ഫ്ലോറിലേക്ക് കടന്നാൽ ഈ കക്ഷി രാഷ്ട്രീയ ബന്ധങ്ങൾ അവിടെ മനസ്സിനെ ഉലയ്ക്കാറില്ല. നേരെ പോ, നേരെ വാ. അപ്പോൾ വിജയകുമാർ, നമ്മളടുത്ത വാർത്ത. നമ്മൾ നേരത്തെ PP ജെയിംസ് സാർ പറഞ്ഞതാണ്, സിറിയ വിമതർ പിടിച്ചെടുത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഏതാണ്ട് ഒഫീഷ്യൽ ആയിട്ടുണ്ട് അക്കാര്യം. ബഷാർ അൽ അസദ് പ്രസിഡന്റ് രാജ്യം വിട്ടു എന്ന് ഏതാണ്ട് അതും ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇനി എന്താണ് നടക്കാൻ പോകുന്നത്, സിറിയ ഏത് വഴിക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. വിശദാംശങ്ങൾ സരുൺ എ ജോസ് ആണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകുന്നത്. സരുൺ, സിറിയയിലെ രാഷ്ട്രീയ സാഹചര്യം അങ്ങേയറ്റം സങ്കീർണമാണ്, കലുഷിതമാണ്. ഏറ്റവും ഒടുവിൽ BBC അടക്കം പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്, ഇപ്പോൾ വിമതരുടെ നിയന്ത്രണത്തിലേക്ക് പൂർണ്ണമായും സിറിയ വന്നിട്ടുണ്ട്. വിമതരുടെ സർക്കാർ രൂപീകരണമായിരിക്കും ഇനി അവിടെ അടുത്ത് നടക്കാൻ പോകുന്നത് അല്ലേ? വിജയകുമാർ, ഇന്നലെ തന്നെ സിറിയയുടെ വടക്കൻ പ്രദേശമായ ആലപ്പോയും അതിനുശേഷം ഹോംസും ഹമ മേഖലകളൊക്കെ തന്നെയും വിമതർ കീഴടക്കിയിരുന്നു. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രിയോടെ തന്നെ ദമാസ്കസിന് 50 കിലോമീറ്റർ അടുത്തേക്ക് വിമതർ എത്തിയിരുന്നു. അല്പസമയം മുമ്പാണ് ഈ വിമതർ തലസ്ഥാന നഗരമായ ദമാസ്കസ് പൂർണ്ണമായും വളഞ്ഞത്. ഇതിന്റെ തന്ത്രപ്രധാനപരമായ മേഖലകളൊക്കെ വിമതർ കീഴടക്കിയത്. അല്പസമയത്തിനകം തന്നെ ഈ സിറിയയുടെ ഔദ്യോഗിക TV ചാനലിലും അതുപോലെ തന്നെ റേഡിയോയിലൂടെയും ഈ സിറിയ പൂർണ്ണമായും കീഴടക്കിയെന്ന പ്രഖ്യാപനം വിമതർ നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 24 വർഷം സിറിയ ഭരിച്ച ബാഷർ അൽ അസദ് രാജ്യം വിട്ടു എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം എങ്ങോട്ടാണ് പോയതെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഏതായാലും കഴിഞ്ഞ 2011 മുതൽ തുടങ്ങിയ സിറിയയിലെ ആഭ്യന്തര കലാപം അതൊരു വഴിത്തിരിവിലേക്ക് മാറുകയാണ്. 24 വർഷം രാജ്യം ഭരിച്ച ബാഷർ അൽ അസദിന്റെ ഭരണം അവസാനിക്കുകയാണ്. വിമതർ ഈ ഭരണം പിടിച്ചെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിലായി വരുന്നത്. ഇപ്പോൾ ഈ വിമതരോട് സഹകരിക്കാൻ, രാജ്യം പിടിച്ചടക്കിയ ഈ വിമത സൈന്യത്തോട് സഹകരിക്കാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഈ തുടർന്നും ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഈ പ്രധാനമന്ത്രി തന്നെ ഈ ഭരണത്തിന് നേതൃത്വം നൽകുമെന്ന് വിമത സേനയും അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെയും ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ഭരണ കൈമാറ്റമായിരിക്കും ഏറെ നിർണായകമാകാൻ പോകുന്നത്. പക്ഷേ ഈ ബാഷർ അൽ അസദിനെ പിന്തുണയ്ക്കുന്ന റഷ്യയും തുർക്കിയും അതുപോലെ തന്നെ ഇറാനും ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ള കാര്യവും ഏറെ ശ്രദ്ധേയമാണ്. ഇന്നലെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഈ 3 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ യോഗം ചേർന്നിരുന്നു. ഒരു കാരണവശാലും ഈ വിമത സേനയ്ക്ക് നേതൃത്വം നൽകുന്ന സംഘടനയെ, അവർ തീവ്രവാദ സംഘടനകളാണ്, അവരെ
ഈ സിറിയയുടെ ഭരണം ഏൽപ്പിക്കാൻ കഴിയില്ലെന്നായിരുന്നു ഇന്നലെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞത്. ഈ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ നിലപാടാണ് ഇനി ഏറെ നിർണായകമാകാൻ പോകുന്നത്. ഈ ഭരണ കൈമാറ്റം സുഗമമായ രീതിയിൽ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. ഇപ്പോൾ തന്നെ ദമാസ്കസിന്റെ തെരുവുകളിൽ അസദ് വിരുദ്ധ നിലപാടുള്ള ആളുകൾ ഇവിടെ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ വിമത സേന സിറിയ പൂർണ്ണമായും പിടിച്ചടക്കിയെന്നുള്ള പ്രഖ്യാപനം സിറിയൻ TV ചാനലിലൂടെയും അതുപോലെ തന്നെ റേഡിയോയിലൂടെയും നടത്തും. വിജയകുമാർ. ഓക്കെ, യെസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ഇറാൻ അല്ലെങ്കിൽ തുർക്കി, ഈ രണ്ട് രാജ്യങ്ങളിലായിരിക്കും ബഷാർ അൽ അസദ് അഭയം തേടിയിരിക്കുക. ബഷാറിന്റെ യുഗം അവസാനിക്കുന്നു. അതാണ് ആഷ്മി, ഒരു കാര്യം കൂടി നമ്മൾ അടുത്തൊരു വാർത്തയിലേക്ക് ആഷ്മി പോകേണ്ടതുണ്ട്. ഈ കക്കു ചോദിക്കുന്നു, നമ്മൾ ഈ പ്രഖ്യാപിച്ച 100 കൊടയുടെ കാര്യം. കൊട വിട്ട പരിപാടിയില്ല കേട്ടോ. 100 കൊടകൾ നാളെ മുതൽ നമ്മുടെ ഓഫീസിൽ നിന്ന് അയച്ചു തുടങ്ങുകയാണ്. 100 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ പേര് വിവരമൊക്കെ നമ്മൾ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. അപ്പോൾ കൊടകൾ കിട്ടാതെ പോകില്ല. മാത്രമല്ല, നമ്മൾ ഇന്ന് പാലക്കാട് ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് നമ്മൾ മറക്കില്ല. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകളെല്ലാം വയ്ക്കും. അത് മാത്രമല്ല, കേരളത്തിൽ സമീപഭാവിയിൽ ചില നല്ല മനുഷ്യരുടെ സഹായത്തോടെ ആയിരക്കണക്കിന് വീടുകൾ നിർമ്മിച്ച് നൽകാനുള്ള ഒരു പദ്ധതിയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആ പദ്ധതിയുമായിട്ട് ഈ 6ാം കൊല്ല വേളയിൽ നമ്മൾ മുന്നോട്ട് പോകും. 7ാം കൊല്ലത്തിലേക്ക്. ഹാഷ്മി, അടുത്ത വാർത്ത സമൂഹ മാധ്യമത്തിലെ വിമർശനത്തിൽ എൻ പ്രശാന്ത് IAS ചാർജ് മെമ്മോ നൽകിയെന്നുള്ളതാണ്. ഉന്നത ഉദ്യോഗസ്ഥരെ പരസ്യ വിമർശനം നടത്തുന്നുണ്ട്. പക്ഷേ സസ്പെൻഷനായ ശേഷവും എൻ പ്രശാന്ത് മാധ്യമങ്ങളോട് സംസാരിച്ചു. നമ്മുടെ ജനകീയോടത്തിലൊക്കെ ബാബുടിച്ചൻ ദീർഘനേരം സംസാരിച്ചാണ്. അപ്പോൾ അതിനൊക്കെ ചെറിയ വിമർശനമുണ്ട്. സലീമാലിനോട് ചോദിക്കാൻ. ഓക്കെ. അപ്പം ജനകീയ കോടതി വന്നതും പ്രശ്നമായി, ചെറിയ പ്രശ്നമായി. അപ്പോൾ ഓക്കെ, അതേ പക്ഷേ നയം വ്യക്തമാക്കാൻ പറ്റി അവിടെ. അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. അത് ക്രിസ്റ്റൽ ക്ലിയർ ആയ കാര്യങ്ങൾ വളരെ ഭംഗിയെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ താങ്ക് യു എൻ പ്രശാന്ത് IAS. അപ്പോൾ സലീം മാലിക്. സലീം, അപ്പൊ നമ്മുടെ ഈ എന്താണ് ജനകീയ ടെലിഫോണിലുള്ള ഇഷ്ടം ക്യാമറയുടെ മുന്നിൽ മാറിക്കളഞ്ഞു. അപ്പോ ചാർജ് മെമ്മോ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സീരിയസ് പ്രൊസീഡിങ്സിലേക്ക് സർക്കാർ കടക്കുകയാണോ? നമ്മളോട് അടക്കം സംസാരിച്ചത് എന്താണ്, എൻ പ്രശാന്തിന് പ്രശ്നമായോ? സലീം. SKN ഹാഷ്മി, ഉറപ്പായും ജനകീയ കോടതി ഉൾപ്പെടെ 24ന്റെ സംവാദ പരിപാടിയിൽ ഉൾപ്പെടെ എൻ പ്രശാന്ത് IAS പങ്കെടുത്തത് അത് സർക്കാർ വലിയ ഗൗരവത്തോടുകൂടി കാണുന്നു. എൻ പ്രശാന്ത് അന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം നടത്തിയതും ഒപ്പം തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചതുമെല്ലാം എൻ പ്രശാന്ത് പറഞ്ഞത് തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, അതിനുള്ള അവകാശം തനിക്കുണ്ട് എന്ന ഉറച്ച നിലപാടോടുകൂടിയായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ സർക്കാർ അദ്ദേഹത്തിന് ചാർജ് മെമ്മോ നൽകിയിരിക്കുന്നു. അത് എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചു എന്ന കാരണം കാണിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിലെ വിമർശനത്തിന് കൂടിയാണ് ചാർജ് മെമ്മോ നൽകിയിരിക്കുന്നത്. പ്രധാനമായും ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെ വിമർശനം ആദ്യം താക്കീത് ചെയ്തിട്ടും ആ വിമർശനം തുടർന്നു എന്നൊക്കെയാണ്. അതായത് മാടമ്പള്ളിയിലെ ചിത്തരോഗി എന്നതുൾപ്പെടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകനെതിരെ പ്രശാന്ത് തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപം നടത്തി എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ സസ്പെൻഷൻ, ഗോപാലകൃഷ്ണൻ IAS-നൊപ്പം തന്നെ സസ്പെൻഷൻ ഉണ്ടായതും അതേ കാരണത്താലാണ്. അതിന് പിന്നാലെയാണ് നിലവിൽ ഈ ചീഫ് സെക്രട്ടറി നൽകിയ റിപ്പോർട്ട് അംഗീകരിച്ച് സസ്പെൻഷൻ കിട്ടി. അതിന് പിന്നാലെയും സർക്കാർ ആ നിലയിൽ തന്നെ എൻ പ്രശാന്തിനെ നേരിടുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും IAS ചേരിപ്പോരിൽ എൻ പ്രശാന്ത് നടത്തിയ ഓരോ ഇടപെടലുകളും സർക്കാർ ഇഴകീറി പരിശോധിച്ച് ഓരോ തവണയായി അദ്ദേഹത്തിനെതിരെ നടപടികൾ എടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഹാഷ്മി, SKN. വിവരങ്ങൾ നൽകിയത് സസ്പെൻഷനിലായ ശേഷം മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകി എന്നതടക്കം കുറ്റമായി സർക്കാർ കാണുകയാണ്. ചാർജ് മെമ്മോ നൽകിയിരിക്കുന്നു. നേരത്തെ IAS ചേരിപ്പോരിലെ പരസ്യ വിമർശനം ഫേസ്ബുക്കിലടക്കം ജയതിലകനെ നടത്തിയ വലിയ വിവാദമായിരുന്നു. അതിനുശേഷമാണ് സസ്പെൻഷൻ. അതിനുശേഷം SKN ജനകീയ കോടതിയിൽ വന്ന് വളരെ വിശദമായി തന്നെ സംസാരിച്ചത്. നമ്മളോടാണ് അദ്ദേഹം ആദ്യം അങ്ങനെ ഒരു പരസ്യമായി സംസാരിക്കുന്നത്. സംസാരിച്ച് ഏതെങ്കിലും തരത്തിൽ ഒളിച്ചുവെക്കലോ മറവില്ലാതെ കാര്യങ്ങൾ വളരെ വിശദമായി ഭംഗിയായി പറഞ്ഞു. അപ്പോഴും നിയമവിദഗ്ധൻ കൂടിയായ എൻ പ്രശാന്ത് പറയുന്നത്, ഞാൻ എൻ്റെ സംസാരിക്കാനുള്ള അവകാശം ഞാൻ വിനിയോഗിക്കുക മാത്രമാണ്. എനിക്ക് നിയമത്തിന്റെ പരിമിതികൾ നന്നായിട്ട് അതിന് പരിമിതികൾ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അതിനുള്ളിൽ നിന്ന് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അതൊക്കെ പറയുന്നതും. എന്തായാലും ചാർജ് മെമ്മോയിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്. LLB പാസ്സായിട്ടുണ്ട്. ഗോൾഡ് മെഡലിസ്റ്റ് എൻ പ്രശാന്ത് IAS. അദ്ദേഹം ഭരണഘടനയിലെ ഏത് വകുപ്പ് ഉപയോഗിച്ചായിട്ടാണ് അദ്ദേഹം ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രയോഗിച്ചതെന്ന് നമുക്കറിയില്ല. എന്തായാലും ജനകീയ കോടതിയിൽ അദ്ദേഹം നല്ല ക്ലാരിറ്റിയോടെ സംസാരിച്ചു എന്ന്, നിശ്ചിതമായ വാക്കുകളിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചു എന്ന് നമുക്ക് അറിയാം. സോഷ്യൽ മീഡിയയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ വാരി വിതറുന്നുണ്ടായിരുന്നു. അപ്പോൾ ചാർജ് മെമ്മോ വരുമ്പോൾ വായിച്ചു നോക്കിയിട്ട് എൻ പ്രശാന്ത് മറുപടി കൊടുക്കട്ടെ, ദ എബോവ് അലിഗേഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ മറുപടി പറയട്ടെ എന്ന് മാത്രമേ. ശ്രീ പ്രശാന്ത്, ഞങ്ങളെ കൊണ്ട് കുഴി ചാടിച്ചു എന്ന് തോന്നരുത് കേട്ടോ. ഞങ്ങളുടെ ലക്ഷ്യം അതിന്റെ പ്രത്യേകതയൊക്കെ അദ്ദേഹത്തിന് സാധാരണക്കാരനല്ല. കാരണം ആഷ്മിയുടെ നിശ്ചിതമായ ചാട്ടുടി പോലെ തുറച്ചു കയറുന്ന ചോദ്യങ്ങൾക്ക് നല്ല കൃത്യമായ നല്ല ഉമറാങ് പോലെ ആഷ്മിയുടെ ശരീരത്തിറക്കുന്ന മറുപടിയുമായിരുന്നു അദ്ദേഹം പെരുമാറി. നല്ല പെരുമാറ്റമായിരുന്നു. ഇനിയൊരു ഇടവേള പോകണം നമുക്ക്.
ഇടവേള കഴിയുമ്പോൾ തിരൂരിൽ നമ്മുടെ സഹകാരികൾ 24-ൻ്റെ ബ്യൂറോ ഉണ്ട്, അവിടുത്തെ ആഘോഷം നമ്മൾ കാണിച്ചു തരാം. സംസ്ഥാന വ്യാപകമായി ലഡു വിതരണമാണ്. അതുകൊണ്ട് 14 ജില്ലകളിലും ഈ മധുര ലഡു വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ആഘോഷം നിങ്ങൾക്കൂടെ ഫീൽ ചെയ്യണ്ടേ? പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. 6 വർഷത്തിലെ ആത്മവിശ്വാസവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ വേളയിൽ പ്രേക്ഷകർക്കെല്ലാവർക്കും വലിയ നന്ദി നമ്മൾ രേഖപ്പെടുത്തുകയാണ്. ഔപചാരികതയുടെ പേരിൽ മാത്രമാണ് നമ്മളൊരു കുടുംബം. 24 കണക്ട് നിങ്ങൾക്കറിയാം, കണക്റ്റിംഗ് ദ മലയാളീസ് അക്രോസ് ദ വേൾഡ്. ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരു കുടക്കീഴിൽ ചേർത്ത് കൊണ്ടും കൊടുത്തും സഹായിച്ചും സ്നേഹിച്ചും വാത്സല്യത്തോടെ സംസാരിച്ചും സംവാദത്തിലേർപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രക്ഷേപണ കലയാണ് 24 ഫ്ലവേഴ്സും പരീക്ഷിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ അവസരത്തിൽ ഫ്ലവേഴ്സിൻ്റെ മടിത്തട്ടിൽ വളർന്ന ഈ 24-ന് നിങ്ങൾ നൽകിയ സ്നേഹഹസ്തങ്ങൾക്ക് വളരെ വളരെ നന്ദി. ദിലീപ് മംഗലത്തറയുടെ ഒരു യൂട്യൂബ് സന്ദേശം കൂടി വായിച്ചിട്ട് ഞാൻ അടുത്ത വാർത്തയിലേക്ക് വിജയകുമാർ കടക്കും. 6 വർഷങ്ങൾ പിന്നിടുന്ന 24 അഭിനന്ദനങ്ങൾ. താങ്ക് യു. ആദ്യകാലത്തൊക്കെ നിങ്ങളുടെ അവതരണം രസിപ്പിച്ചിരുന്നു. ഇപ്പോൾ വലിയ രസമൊന്നും തോന്നുന്നില്ല, വലിച്ചു നീട്ടിയുള്ള അവതരണമാണ്, അത് അരോചകമായി തോന്നുന്നു. തീർച്ചയായിട്ടും ദിലീപ്, താങ്കളുടെ ഈ വിമർശനം നമ്മൾ അത് അറിയിക്കുന്ന ഗൗരവത്തോടെ കാണുന്നു. ഈ യൂട്യൂബിൽ വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ തന്നെ നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കണം. ഞങ്ങളെ കൊണ്ട് തിരുത്താൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോകും. ക്ഷമ പറയേണ്ട സ്ഥലത്ത് ക്ഷമ പറയും, മാപ്പ് പറയണമെങ്കിൽ മാപ്പ് പറയും. ചില ആൾക്കാർ പറയും വ്യാജ വാർത്ത നിർമ്മിച്ച് അതിൻ്റെ പിറ്റേന്ന് മാപ്പ് പറയുന്ന നിങ്ങൾ ഈ മാപ്രകളുടെ ജോലി. അതല്ല, തെറ്റുപറ്റി എന്ന് തോന്നിയാൽ അത് തിരുത്തുകയും അതിൽ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നത് മാന്യതയുടെ ലക്ഷണമായി കാണുന്ന ഒരു വാർത്താ ചാനലാണ് 24. വിജയകുമാർ, അടുത്ത വാർത്ത. നമ്മളുടെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി തിരൂർ മാർക്കറ്റിൽ ഒരു കൗതുകമുള്ള കാഴ്ചയുണ്ട്. ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല, നേരെ തിരൂർ മാർക്കറ്റിലെ കൗതുക കാഴ്ചയിലേക്ക് പോകും. നോക്കണം. 24 അതിന്റെ 6ാം വാർഷികം ആഘോഷിക്കുമ്പോൾ എല്ലായ്പ്പോഴും കരുത്തായത് നമ്മുടെ പ്രേക്ഷകരാണ്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ തിരൂരിലുള്ള മാർക്കറ്റിലോട്ട് ഇറങ്ങിയപ്പോഴും പ്രേക്ഷകർ നമുക്കൊരു സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ പഴവും പച്ചക്കറിയും എല്ലാം ഉപയോഗിച്ച് 24 6th ആനിവേഴ്സറി എന്ന് അവർ എഴുതിയിരിക്കുകയാണ്. നമ്മൾ മധുര വിതരണം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഇത് കാണുന്നത്. എന്താണ് ആകെ സർപ്രൈസ് ആയിപ്പോയി. വളരെ സന്തോഷം. 5ാം വർഷം കഴിഞ്ഞ് 6ാം വർഷത്തിലേക്ക് കടക്കുന്ന 24-ന് ആദ്യം തന്നെ ഞങ്ങൾ ആശംസകൾ നേരെയാണ്. വിശ്വാസത്തോട് കൂടിയിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ചാനലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലാണ് 24. ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോട് പറയാൻ കഴിയും, മാധ്യമ ജില്ലാ സമ്മേളനം നടത്തിയത് തിരൂരിലായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളൊക്കെ ആ പരിപാടി പങ്കെടുത്തതാണ്. ഞങ്ങൾ സ്വീകരണ മുറിയിൽ കണ്ടിരുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ മറ്റു ഭാഗത്ത് കണ്ടിരുന്ന മാധ്യമപ്രവർത്തകർ നേരിട്ട് കാണാനും ഞങ്ങളുടെ ആകുലതകളും ആശയങ്ങളൊക്കെ പങ്കുവെക്കാനും കൂടി പറ്റിയ ഒരു അവസരം കൂടിയായിരുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇനി ഒരുപാട് വർഷങ്ങൾ, 100 വർഷങ്ങൾ 24 ഇതിന്റെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ എന്നാണ് പറയാറ്. പക്ഷേ 24 ഒരു ആകർഷണം വന്നത് അവരെ ഹെഡ്ലൈനാണ്. ആ ഹെഡ്ലൈൻ തന്നെ ആ വാർത്തന്റെ ഫുള്ള് എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി വളരെ ലളിതമായിട്ടാണ് 24 അവരെ ഹെഡ്ലൈൻ കാണിക്കുന്നത്. കാരണം മറ്റ് ചാനലിലൊക്കെ ഒരു തവണ അതിന്റെ വാർത്തന്റെ ഒരു ഹെഡ്ലൈൻ കാണിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാണെങ്കിൽ അടുത്ത ട്രോളിംഗ് വരുവോളം കാത്തു വെക്കണം. പക്ഷെ 24 അങ്ങനെ ഒരു ആകർഷണമുണ്ട്. അത് 24-ന് മാത്രം കിട്ടിയൊരു കഴിവാണ്. എല്ലാവിധ ആശംസകളും ഈ സമയത്ത് നേർന്നുള്ളൂ. ഏതായാലും പ്രേക്ഷകർക്ക് നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ്, ഒപ്പം തന്നെ തിരൂരിലെ തൊഴിലാളികൾക്കും. തിരൂർ ഓർമ്മയുണ്ടോ? അവിടെ കയറി അവിടെ ഒരു ഏത്തക്കൊല നമുക്ക് തരും. അപ്പൊ അങ്ങനെയാ നമ്മൾ 1-2 തവണ മാർക്കറ്റിനകത്ത് കയറി അതെ അവിടെ ആഘോഷിക്കും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമുക്കറിയാം, ലക്ഷക്കണക്കിന് വരുന്ന ലോകമെമ്പാടും ഇരുന്ന് നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും മധുരം എത്തിച്ചു തരിക എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ വാക്കുകൾ മധുരമായി നിങ്ങളിലേക്ക് എത്തുന്നത്. എന്നാൽ കുറച്ച് പേർക്ക് 14 ജില്ലകളിലും നമ്മൾ ലഡു വിതരണം ചെയ്തു. എല്ലാ ജില്ലകളിലെയും കുറച്ചാൾ അത് പ്രതീകാത്മകമായിട്ട് എടുത്താൽ മതി. ഇപ്പോൾ കൊച്ചിയാണ്, കൊച്ചി നഗരത്തിൽ നമ്മൾ ലഡു വിതരണവുമായിട്ട് ഇറങ്ങി. നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഈ ലഡുവായിട്ട് അവിടെ എത്തിയത് കേട്ടോ. നല്ല മനോഹരമായ ലഡു, ജ്ഞാനപ്രദമായിരിക്കുന്നു. ഇനി കണ്ണൂരിലേക്കാണ് നമ്മൾ ലഡു വിതരണമായി പോകുന്നത്. നമ്മുടെ ജനങ്ങൾ, അത് നമ്മൾ അങ്ങനെ ആളുകളെ സെലക്ട് ചെയ്തിട്ടൊന്നുമില്ല, നമ്മൾ റാൻഡമായിട്ട് കാണുന്നവർക്കൊക്കെ ലഡു കൊടുക്കുക. അവർക്ക് തന്നെ അറിയത്തില്ല എന്തോ കാര്യം എന്നുള്ളത്. അപ്പോൾ ജന്മദിനമാണ് എന്നാണ് പറഞ്ഞത്. 24 ജന്മദിനമാണ് കണ്ണൂർക്കാരെ. ഇനി കട്ടപ്പനയിൽ നടന്ന ലഡു വിതരണമാണ്. കട്ടപ്പനക്കാരെ നിങ്ങൾ അറിയുക, ഇത് 24 വാർഷികമാണ്. 6 കൊല്ലം കടന്നു, ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി കടന്നതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കാര്യമായിട്ട് കഴിച്ചോളൂ. ഓക്കെ, കട്ടപ്പനക്കാരാണ്. പള്ളിയിൽ പോയി വരികയാണ്, ഒരു പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെയാണ് മടങ്ങി വരുന്നത്. ഓക്കെ, കട്ടപ്പനയിലെ കൃതിക് റോഷന്മാർ. ഇനി മലപ്പുറത്തെ അവിടെ നല്ല വിതരണമാണ്. ഓക്കെ ചേട്ടാ, വേഗം കൊടുത്തു അല്ലേ? നല്ല ക്യാഷും ഒക്കെ ഇട്ട നല്ല അണ്ടിപ്പരിപ്പൊക്കെ ഉള്ള നല്ല സുന്ദര ലഡുവാണ്. നാവിൽ വെള്ളം ഊറും ഭാഷ്മി അല്ലേ? ഇനി കൊല്ലത്തേക്കാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, കൊല്ലം കണ്ടവൻ ലഡുവും വേണം അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിപ്പോൾ. പിന്നൊരു കാര്യമുണ്ട്, മല്ലി ചേച്ചി വീണ്ടും വിളിച്ചു ലഡു വിതരണം കണ്ടപ്പോൾ. മല്ലിക സുകുമാരൻ ലൈവിൽ വിളിക്കേണ്ടി വരും. വയനാടിലെ
വയനാട് വയനാട് നമ്മുടെ അറിയാം ടി സിദ്ദീഖ് MLA കാര്യം സിദ്ദീഖ് MLAക്ക് 2 ലഡു കൊടുക്കണം. കാരണം ഈ വയനാട് ചൂരൽമല ഉണ്ടാക്കിയ സമയത്ത് ഒരു MLA എങ്ങനെയായിരിക്കണം എന്താകണം എന്ന് തെളിയിച്ച MLA 3 കൊടുത്തു. ഓക്കെ. അപ്പം ഓക്കെ, വയനാട് ജില്ലയിൽ നമ്മൾ ഇതെല്ലാം പ്രതീകാത്മകമാണ്. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിച്ചോണം. അതാണ് നമ്മുടെ സന്തോഷമുള്ളൊരു കാര്യം. ഇനി കാസർഗോഡാണ് ഈ വിതരണം നടക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ പ്രതീകാത്മകമായ ലഡു വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആഷ്മി പറഞ്ഞ പോലെ തന്നെ കശുവണ്ടി പരിപ്പൊക്കെ ഉണ്ട്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ആയോ? ആയിട്ടില്ല. നമുക്ക് 2-3 ജില്ലകളും 4-5 ജില്ലകളും ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പം നമ്മൾ ഇത്രയും ജില്ലകളിലെ ബാക്കിയുള്ള ജില്ലകളിൽ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ എൻ്റെ പിന്നാലെ ഉണ്ട്. നമുക്ക് വരുന്ന മുറയ്ക്ക് കാണിച്ചു തരാം. ഇനി കാശ്മീർ നമ്മൾ എങ്ങോട്ടാണ് വാർത്ത? ഇനി നമുക്ക് കാശ്മീർ വാർത്ത ഏതാ ഉള്ളത്? എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പമ്പ എന്ന് വിശ്വാസികൾ കരുതുന്ന പുണ്യനദി എന്നുള്ളതാണ്. ശബരിമല തീർത്ഥാടകർ അവിടെ സ്നാനം നടത്താറുണ്ട്. പക്ഷെ അവിടുത്തെ കാഴ്ചകൾ സങ്കടമാണ് സ്കാൻ. അത് യഥാർത്ഥത്തിൽ ആ തീർത്ഥാടകർ കുളിക്കുന്നത് എന്താണ് മലിനജലത്തിലാണ് പറയുന്നത്. സങ്കടമാണ്. ഒരു പഴയ പാട്ട് ഓർമ്മയുണ്ടോ? പമ്പയാറ് വിറക്കുന്നു എത്ര ഭക്തിഗാനങ്ങളുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓടകൾ പമ്പയെ ലക്ഷ്യമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓടകളിലൂടെ പമ്പയിലേക്ക് മാലിന്യം ഒഴിക്കുന്ന തീർത്ഥാടകർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും പ്രത്യേകിച്ച് പന്തളക്കാരനായ എനിക്കൊക്കെ വലിയ സങ്കടം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ആ വാർത്തയിലേക്ക് വരാം. 24 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഫ്ലവേഴ്സിന്റെ മടിത്തട്ടിൽ 6 കൊല്ലങ്ങളായി ജീവിച്ച് ആർമാദിച്ച് വളരുന്ന ഒരു വാർത്താ ചാനലായി 24 മാറുന്നു. ഇതെല്ലാം പ്രേക്ഷക പിൻബലം കൊണ്ട് മാത്രമാണ്. അതിനിടയ്ക്ക് ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നു, ഈ കമൻറ്റ് ബോക്സിലുള്ളവർക്ക് കൊടയില്ല, വടിയില്ല, ലഡുവില്ല എന്ന് പറഞ്ഞു. അത് നമ്മൾ വീട്ടിലുള്ളവരെ കല്യാണം വിളിക്കണമെന്ന് പറയുന്നില്ല. വീട്ടിൽ നടക്കുന്നൊരു കല്യാണത്തിന് വീട്ടിലുള്ള ആൾക്കാരെ കല്യാണം ക്ഷണിക്കണം. നിങ്ങൾ ഇതിനകത്തുണ്ട്, നിങ്ങൾ ലഡു കഴിച്ചതാ. ഇത് പ്രതീകാത്മകമാണ്. നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏതാണ്ട് 3.5 കോടി മനുഷ്യർക്ക് ലഡു എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാത്ത കാര്യമാണ്. ആഗോള മലയാളികൾക്ക് വേണ്ടിയുള്ള ലഡുവാണ്. അതെ, ഇത് പ്രതീകാത്മകം, വെരി സിംബോളി. മിസ്റ്റർ ഹാഷ്മി, we are going to next news. അല്ല, ഇത് പ്രതീകാത്മകം കൊടുക്കുന്നപ്പം അത് കൊടുക്കുന്ന യഥാർത്ഥ ലഡു വല്ലെന്ന് അർത്ഥമില്ല. സൂപ്പർ ലഡുവാണ് വെച്ച് ഇതിനായിട്ട് 24 വാർഷികത്തിനായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള ലഡുവാണ്. ഈ ലഡു ഒരിക്കൽ കഴിച്ചാൽ ഞാൻ പറയുന്നില്ല. ഒരുപാട് നെയ്യിൽ മുക്കി പൊരിച്ച നെയ്യ് ഇറ്റിറ്റ് വരുന്ന സോഫ്റ്റ് ലഡുവാണ്. നേരത്തെ ഒന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അതുപോലെ പിന്നെ അപകടത്തിലാവും ഈ പന്തളത്തുകാരൻ. ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പമ്പയെ കുറിച്ചാണ്. പമ്പയിലേക്ക് മാലിന്യങ്ങൾ തള്ളുകയാണ്. അത് അടിയന്തരമായി നിർത്തിയാൽ മതിയാവുകയുള്ളൂ. എന്തായാലും ആ വാർത്തയിലേക്ക് ഒന്ന് പോകാം. ഓക്കെ, റെഡി. ഓവർ ടു പമ്പ. ചെയ്ത പാപങ്ങളെല്ലാം പമ്പയിൽ മുങ്ങി കഴുകിക്കളയാമെന്നാണ് അയ്യപ്പ ഭക്തരുടെ വിശ്വാസം. പക്ഷേ ഈ പമ്പയിൽ മുങ്ങിയാൽ എന്താണ് അവസ്ഥ എന്ന് നമ്മുടെ ക്യാമറാമാൻ സഞ്ജയ് ഇക്ബാൽ ദൃശ്യങ്ങളിലൂടെ കാണിച്ചു തരികയാണ്. മലിനജലമാണ് പമ്പയിലേക്ക്, പുണ്യനദിയിലേക്ക് ഈ ഒഴുക്കി വിടുന്നത്. എല്ലാ വർഷവും ശബരിമല മണ്ഡലകാലത്തിനു മുൻപ് പമ്പ ശുദ്ധീകരിക്കുന്നതിനായി വലിയ ഇടപെടൽ ദേവസ്വം ബോർഡ് നടത്താറുണ്ട്. അതിനെയൊന്നും വില കുറച്ച് കാണുന്നുമില്ല. പക്ഷേ സീസൺ തുടങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും കാര്യങ്ങൾ ആകെ മാറി മറിയും. ഈ ദൃശ്യങ്ങൾ അധികാരികൾ കണ്ണു തുറന്ന് ഒന്ന് കാണണം. ഓടകളിലൂടെ പമ്പയിലേക്ക് ഒഴുകിയെത്തുന്നത് മാലിന്യമാണ്. ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റുമാണ് ഖര ദ്രാവക രൂപത്തിൽ പമ്പയിലേക്ക് എത്തുന്നത്. രൂക്ഷമായ ദുർഗന്ധം സഹിച്ചാണ് അയ്യപ്പ ഭക്തർ പലരും കുളിക്കുന്നത്. ചെറിയ കുട്ടികളും ഇത്രയും ആൾക്കാരായിട്ട് വന്ന് കുളിച്ചു പോകുന്ന ഒരു പുണ്യ നദിയാണ്. അവിടെ കാണിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ അത്രയും വൃത്തികെട്ടായ കാര്യങ്ങളാണ് കാണിച്ചത്. ഇത്രയും തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലം ഇത്രയും കൊല്ലം ഉണ്ടായിട്ട് ഇവർക്ക് ഇതൊന്നും നന്നാക്കി എടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇവർക്ക് ഈ ഭക്തജനങ്ങളുടെ പൈസ മാത്രമാണ് ആവശ്യം. ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ചെയ്യുന്നില്ല. ഉന്നത ഉദ്യോഗസ്ഥരും മറ്റും ദിവസവും സന്ദർശനം നടത്താറുള്ള പ്രദേശത്താണ് ഈ അവസ്ഥ. ഇറങ്ങി കുളിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ഇതാണ് നമുക്ക് കിട്ടണമെന്നുള്ളത് അറിയില്ല. പമ്പയെ മലിനപ്പെടുത്തുന്നത് ആര് എന്ന അധികാരികൾ സ്വയം തിരിച്ചറിയട്ടെ. അടിയന്തര ഇടപെടൽ ഉണ്ടാകട്ടെ. സഞ്ജയ് ഇക്ബാലിനും അഭിലാഷ് കൈതമണിനുമൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.
ഓക്കെ ആഷ്മി. അതിനിടയിൽ ശബരിമലയിൽ നടൻ ദിലീപ് പോയി അദ്ദേഹത്തിന് കൊടുത്ത VIP സുരക്ഷ കോടതി ഇടപെടുകയും കോടതി കർശനമായി ചില പരാമർശം നടത്തുകയും ചെയ്തിരുന്നു. കേസിലൊക്കെ പോവാണ്. അപ്പോൾ അതിന്റെ വിജിലൻസ് റിപ്പോർട്ട് നമുക്ക് കിട്ടി. അതിൽ പറയുന്നത് ഗുരുതരമായ വീഴ്ചയാണെന്നാണ് പറയുന്നത്. ദേവസ്വം ഓഫീസ് കോംപ്ലക്സിൽ മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും താമസിക്കുന്ന സ്ഥലത്താണ് നടിയെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് മുറി നൽകിയത്, ദിലീപിന് മുറി നൽകിയത്. അന്വേഷണ റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് കൈമാറുകയും ചെയ്തു. അതിന്റെ വിവരങ്ങളുമായി MG പ്രതീഷ് ചേരുന്നുണ്ട്. പ്രതീഷ്, അപ്പോൾ ഒരു കേസിലെ പ്രതി, ഇപ്പോൾ ശരിയാണ് ജനപ്രിയ നടൻ ഒക്കെ ആയിരുന്നു, പക്ഷെ ഒരു കേസിലെ പ്രതിക്ക് മന്ത്രി അടക്കമുള്ളവർ താമസിക്കുന്ന സ്ഥലത്ത് മുറി നൽകി എന്നുള്ളതാണ് വിജിലൻസ് പറയുന്നത് പ്രതീഷ്. ഹാഷ്മി, തീർച്ചയായും നടൻ ദിലീപിന്റെ ശബരിമല സന്നിധാനം സന്ദർശനവുമായി ബന്ധപ്പെട്ട അടിമുടി വീഴ്ചയാണ് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഹൈക്കോടതി വരെ ഇടപെട്ട അതിരൂക്ഷമായ വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവസ്വം ബോർഡിനെതിരെ നടത്തിയിരുന്നു. അത് ഹരിവരാസന സമയത്ത് ക്ഷേത്ര തന്ത്രി വരുന്ന ഗേറ്റ് വഴി ദിലീപിനെ കയറ്റുകയും ഈ തീർത്ഥാടകർക്ക് കാണാൻ ബുദ്ധിമുട്ടുള്ള തരത്തിൽ ഈ ദർശനം നൽകിയെന്നതായിരുന്നു ആ വിവാദം. പക്ഷേ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ മറ്റൊരു വിവരം കൂടി ഇപ്പോൾ 24-ലൂടെ പുറത്ത് വിടുകയാണ്. അതാ ഈ നടൻ ദിലീപ് സന്നിധാനത്തെത്തിയപ്പോൾ ദിലീപിന് താമസ സൗകര്യം ഒരുക്കിയത് ദേവസ്വം കോംപ്ലക്സിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും താമസിക്കുന്ന അതേ കോംപ്ലക്സിൽ നടൻ ദിലീപിന് താമസ സൗകര്യം ഒരുക്കി. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വരെ താമസിക്കുന്ന ഇടത്താണ് ദിലീപിന് താമസ സൗകര്യം ഒരുക്കിയത്. വാടക പോലും ഈടാക്കാതെ അത്തരത്തിൽ ഒരു VIP പരിരക്ഷ നടന് അവിടെ നൽകി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഈ VIP-കൾ ശബരിമലയിൽ സന്ദർശനം നടത്തിയാൽ ശബരി ഗസ്റ്റ് ഹൌസിലായിരിക്കും താമസ സൗകര്യം ഒരുക്കുന്നത്. ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് പല VIP-കളും അവിടെ എത്തിയിരുന്നു. ഗിന്നസ് പക്രു അടക്കം അവിടെ എത്തുകയും താമസിച്ചത് ശബരിമല ഗസ്റ്റ് ഹൌസിൽ പണം നൽകിയായിരുന്നു. ഈ ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിലാണ് നടൻ ദിലീപിന് അമിതമായൊരു പരിരക്ഷ ശബരിമലയിൽ നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 4 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് ദേവസ്വം ബോർഡ് ഇതിനോടകം നൽകിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ അക്കോമഡേഷന്റെ ചുമതല എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ്. ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയാതെ എങ്ങനെ ഈ ദേവസ്വം ഓഫീസ് കോംപ്ലക്സിൽ നടൻ ദിലീപിന് മുറി നൽകി എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. നിലവിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഒപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, 2 ഗാർഡുമാർ, ഇവർക്കെതിരെയാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളും കൃത്യമായി ഹൈക്കോടതി നിരീക്ഷിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് അമിതമായൊരു പരിഗണന കൂടി വീണ്ടും ദിലീപിന് നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ട്, ഈ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ഇതിനോടകം തന്നെ ദേവസ്വം ബോർഡിന് കൈമാറിയിട്ടുണ്ട്. ഇതിൽ ദേവസ്വം ബോർഡ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നതാണ് ഇതിനോടകം തന്നെ അറിയാൻ കഴിയുന്ന കാര്യം. അങ്ങനെയെങ്കിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള കടുത്ത നടപടികൾ. എനിക്ക് മാല ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും സ്വാമിമാരാണല്ലോ. അപ്പൊ അവിടെ ഒരു VIP സ്വാമി എന്നൊരു സ്വാമിയില്ല. പരിഗണനയാണ് കിട്ടുന്നത്. അതിന്റെ പശ്ചാത്തലം എന്താണെന്നുള്ളത് പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. 6 വർഷത്തെ ആത്മവിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഈ 6ാം വാർഷിക നിറവിൽ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദിയുടെ പൂച്ചെണ്ടുകൾ. സൂരജ് മാർനാട് പറയുന്നത് വാർഷിക ആശംസകൾ നേരുന്നു. അതോടൊപ്പം നിങ്ങളുടെ വിശ്വാസ്യതയോടും സമർപ്പണത്തോടു കൂടിയ വാർത്താ സേവനം പ്രശംസനീയമാണ്. അതിൽ ശക്തമായി മുന്നോട്ട് പോകാനാണ് എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി അദ്ദേഹം പറയുന്നു. സൂരജ്, താങ്ക് യു, ബിഗ് സല്യൂട്ട് ടു യു. ഇനി വളരെ പ്രധാനപ്പെട്ട വിജയകുമാർ, താങ്കൾക്കും താങ്കളുടെ ഭാര്യയ്ക്കും വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. മിനി ബാബു പറയുന്ന വിജയ, പാവം വിജയകുമാർ, സാറിനെ സ്വപ്നം കാണാൻ ആരുമില്ല, പാവം ആ ഓമന ക്യാമറ മാത്രം. മഴയില്ലാത്തപ്പോഴും വാർത്താ മഴ വരുന്നതുകൊണ്ടാണ് സാർ. സാറിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. മിനി ബാബു സ്വപ്നം കാണരുത്. ഓക്കെ, ഇനി ഇന്നത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഹാഷ്മി, നമുക്കപ്പോൾ ഈ ദൈർഘ്യം കുറച്ച് കൂടിപ്പോയ ഈ സ്പെഷ്യൽ ഷോ അവസാനിപ്പിക്കാൻ സമയമാകുന്നു. അപ്പോൾ നമുക്ക് വളരെ ഉത്തരവാദിത്വമുണ്ട് പ്രേക്ഷകരോട്. ഹാഷ്മിയുടെ വാക്കുകൾ. എസ് കെ ഉറപ്പായി ഞങ്ങൾ ഇക്കാലം അത്രയും ഞങ്ങൾ അർപ്പിച്ച വിശ്വാസം ഞങ്ങൾ 100% അത് സത്യമാക്കാൻ മുന്നോട്ടേക്ക് പോകും. നിങ്ങൾക്കൊപ്പം തന്നെയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഞങ്ങൾക്ക് പക്ഷമുണ്ട്. അത് നിങ്ങളുടെ പക്ഷമാണ്, ജനത്തിന്റെ പക്ഷമാണ്. അപ്പോൾ പല പ്രേക്ഷകരും ചോദിക്കും, നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് നമ്മൾ കാണുന്നില്ല. ഇത് മത്സരമാണ്. മത്സരത്തിൽ നിൽക്കുന്ന ആൾക്കാരോട് നമ്മൾ ശത്രുത പാലിച്ചിട്ടൊന്നും കാര്യമില്ല. ക്വാളിറ്റിയിലാണ് അവർ മത്സരിക്കുന്നതെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ നേരിടും. മാത്രമല്ല, ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞൊരു വാചകം യൂട്യൂബിലൊക്കെ ഒരുപാട് പ്രേക്ഷകർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കണ്ടതാണ്. ഈ ഗ്രാമപ്രദേശങ്ങളിൽ വന്ന ചില ആൾക്കാർക്ക് ഒരു ചെറിയൊരു ഫയറുണ്ട് അവരുടെ ഉള്ളിൽ. അടി കൊണ്ട് വീഴുമ്പം ആ അടിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു ശക്തി. 2 ചുവട് മുന്നോട്ട് വീണാലും 3 ചുവട് ചാടിക്കയറാനുള്ള ആ ത്വര ഞങ്ങൾക്കുണ്ട്. വിജയകുമാർ, ആ ത്വരയെ കുറിച്ചൊന്ന് പറയും. എസ് കെ, നമ്മൾ നാടിന്റെ ന്യൂസ് ഡെസ്ക് ആണല്ലോ. അപ്പോൾ പേര് കൊണ്ട് തന്നെ നമ്മൾ നാടിന്റെ ന്യൂസ് ഡെസ്ക് ആണ്. ത്വരഭരിതമാണ്. അതെ, ജനങ്ങളുടെ ന്യൂസ് ഡെസ്ക് തന്നെയായിട്ട് ഇനിയുള്ള കാലങ്ങളും അങ്ങനെ മുന്നോട്ട് പോകും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒപ്പം ചേർത്ത് നമ്മൾ ഒരുമിച്ചൊരു യാത്ര. തീർച്ചയായിട്ടും. ഈ അടുത്ത കൊല്ലം, അതായത് ഈ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് 2025 ആഗതമാകും. ഈ 2025 ഒരുപാട് നല്ല സംരംഭങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളാണ്. ഈ മലയാളിയുടെ ആകാശത്തൊക്കെ പറത്തിവിടണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. സ്വപ്നങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സമയമായിട്ടില്ല. സ്വപ്നങ്ങളൊക്കെയും നമ്മൾ പങ്കുവയ്ക്കും. അപ്പോൾ പ്രേക്ഷകർ ഒരു കുടുംബം പോലെ നമുക്കൊപ്പം തന്നെ തുടരുക. വരും കാലത്തും നിങ്ങളുടെ കരുത്തും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആത്മവിശ്വാസവും തന്നെയായിരിക്കും ഞങ്ങളുടെയും ആത്മവിശ്വാസവും കരുത്തും. ഈ വഴിയാത്രയിൽ ഒരുപാട് വെളിച്ചം വിതറുന്ന പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നന്ദി.